ഫോറൻസിക് നൽകിയത്. ഗുരുതരമായ കരൾ രോഗവും വിഷാംശവും കലാഭവൻ മണിയുടെ മരണത്തിന് കാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊച്ചി കാക്കനാട്ടെ ലാബിൽ നടത്തിയ രാസപരിശോധനയിലാണ് വിഷാംശം കണ്ടെത്തിയത്. അതേസമയം മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടിരുന്നില്ലെന്നും മണിയെ ചികിത്സിച്ച കൊച്ചിയിലെ ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകി. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് നിതീഷ് ബാലനുണ്ട്. നിതീഷ്, എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രസക്ത വിവരങ്ങൾ? അതിഗുരുതര കരൾ രോഗത്തിനൊപ്പം വിഷാംശം കൂടി ഒഴിച്ചതാണ് മണിയുടെ മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. കൂടാതെ മണിയുടെ പ്രവർത്തനവും തകരാറിലായിരുന്നുവെന്ന് കാക്കനാട്ടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കുന്നു. ഏതായാലും വിഷാംശം മരണ കാരണമായെന്ന് പറഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ അന്വേഷണ സംഘം ആശയക്കുഴപ്പത്തിലാണ്. കാരണം നേരത്തെ മണിയെ ചികിത്സിച്ച ഡോക്ടർമാർ മൊഴി നൽകിയിരിക്കുന്നത് മണിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ്. മണിയുടെ ശരീരത്തിൽ കീടനാശിനി അംശം കണ്ടിരുന്നില്ലെന്നും മണിയെ പതിവ് രോഗങ്ങൾ അലട്ടിയിരുന്നുവെന്നും ഡോക്ടർമാർ മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും കണക്കിലെടുത്ത് അന്വേഷണ സംഘം ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. കാരണം ഏത് നിഗമനത്തിലെത്തുന്നത് സംബന്ധിച്ച് പോലീസിന് സ്ഥിരീകരണമില്ല. ഏതായാലും കേന്ദ്ര ലാബിലേക്ക് അയച്ച ആന്തരിക അവയവങ്ങളുടെ പരിശോധന പുറത്തു വന്നാൽ മാത്രമേ പോലീസിന് അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഏതായാലും വിഷം ചെന്ന ഒരാളുടെ ലക്ഷണങ്ങൾ മണി പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും മണിയെ ചികിത്സിച്ച ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും നേരത്തെ മൊഴി നൽകിയിരുന്നു. ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മണിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന പോലീസിന്റെ അന്വേഷണത്തിന് ബലമേറും. പക്ഷേ അതിനിടെയാണ് ഏറ്റവും ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഗുരുതരമായ കരൾ വിഷാംശവും കലാഭവൻ മണിയുടെ മരണത്തിന് കാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മണിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന അസ്വാഭാവികതയില്ലെന്ന ഡോക്ടർമാരുടെ മൊഴി ഏതായാലും അന്തിമ തീരുമാനത്തിൽ എത്തിയാൽ മാത്രമേ. കലാഭവൻ മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയിട്ടില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രസക്തമായ ഭാഗങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. ഈ വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ച വിവരങ്ങൾ നൽകിയായിരുന്നു നിതീഷ് ബാലൻ. വിധിയെഴുത്തിന്